വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്രൂ സ്റ്റോറീസ്. അമ്മയാണ് ഇത്. അപ്പൊ അമ്മേനെ ഇതുവരെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ അമ്മേനെ ഇന്ന് വീഡിയോയിൽ കാണിക്കാന്ന് ഓർത്ത് ആദ്യമായിട്ടാണ് അമ്മേനെ കാണിക്കണത്. അമ്മേനാണ് വീട്ടിലെ എല്ലാ ഫുഡും ഉണ്ടാക്കണത്. ഇന്ന് അമ്മ നമുക്കായിട്ട് ഒരു ലിവർ ഫ്രൈ ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോ അത് ഉണ്ടാക്കേണ്ട വിധം എങ്ങനെയാന്ന് ചോദിക്കാം. അപ്പൊ അമ്മ നേരത്തെ ലിവർ എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്താ ചെയ്തതെന്ന് നമുക്ക് ചോദിക്കാം. എന്താ ചെയ്തത്? ആദ്യമേ അതെടുത്ത് ഒരു 4-5 കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം മഞ്ഞപ്പൊടിയും നന്നായിട്ട് കഴുകുക. വൃത്തിയിൽ കഴുകി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം അത് തണുക്കുമ്പോൾ നമ്മൾ അതിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലത്തെ ഒരു സാധനമുണ്ട്. അതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ചെറുതായി അരിഞ്ഞ്. അപ്പൊ അമ്മ ഇപ്പൊ നല്ലോണം അത് ക്ലീൻ ചെയ്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് ഇപ്പൊ ലിവർ ഇവിടെ വെച്ചേക്കണത്. ഇനിയാണ് നമ്മൾ അത് മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്യാൻ പോണത്. വേവിച്ച വീഡിയോ എടുത്തിട്ടില്ല. അത് എല്ലാവർക്കും അറിയണ പോലെ നമ്മള് വേവിച്ചെടുത്തേക്കിനാണ് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ പീസ് നല്ലോണം വൃത്തിയാക്കിയിട്ട് വേണം ലിവർ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിനി ബാക്കി മസാലയും അതെങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. നമ്മളിപ്പോൾ എടുത്തേക്കണത് ഈ ചെറിയ പീസാക്കി എടുത്തത് വിനാഗിരിയിൽ ഒരു തുള്ളി വിനാഗിരിയും ഉപ്പും ഇട്ട് ഒരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അങ്ങനെയുള്ള ലിവറാണ് നമ്മളിപ്പോൾ എടുത്തേക്കണത് കേട്ടോ. നമ്മളിപ്പോൾ പഴയ കാലത്തെ ചീനച്ചട്ടിയും ചട്ടും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ വീട്ടിൽ ആട്ടിയ എണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ട് നമുക്കിനി ബാക്കി സാധനങ്ങളൊക്കെ ഇടാം. എണ്ണ ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി സവാള ഇട്ട് കൊടുക്കണതാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കണത്. ഇനി എന്താ ഇടാൻ പോണത്? അതിനുശേഷം അതിലോട്ട് പച്ചമുളക് ഇടണം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ പച്ചമുളകും പിന്നെ സവാളയും ഇട്ടിട്ടുണ്ട് അരിഞ്ഞത്. ഇനി അത് നല്ലോണം വഴറ്റി കൊടുക്കുന്നതാണ്. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി. ഓവറായിട്ട് മുരിച്ച് കറുത്ത പോലെ ആക്കേണ്ടെന്നാണ് അമ്മ പറയണത്. കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കണം. ഇത് ഭയങ്കരമായിട്ട് കളറ് മാറരുത്. നമുക്കതൊന്ന് കടിക്കുമ്പോൾ തേങ്ങയുടെ ഒരു ഫീലും കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി അധികം മുരിയാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അല്ലേ ഇത്? ഇഞ്ചിയും വെളുത്തുള്ളി അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ചതച്ചതാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ അതിട്ടിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒരു ഫ്ലേവർ കിട്ടണം നമുക്ക്. അപ്പോൾ ഓവറായിട്ട് മുരിച്ചെടുക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലോട്ട് കരളിട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ മസാല ചേർക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മസാലകളൊക്കെ ചേർത്ത് തുടങ്ങാം. ആദ്യം മഞ്ഞപ്പൊടി ഇടുക അതിലോട്ട്. അതിനുശേഷം കുറച്ച് മുളക് പൊടി. ഇതിൽ മുളക് പൊടി ഇപ്പം ഇടുന്നുണ്ടെങ്കിലും നമ്മളിതിൽ കൂടുതലായിട്ട് നമ്മൾ പെപ്പർ പൗഡറാണ്, കുരുമുളക് പൊടിയാണ് കൂടുതൽ ആഡ് ചെയ്യണത്. പൊടിച്ചു വെച്ചാൽ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ കൂടുതലും കുറവും ഇട്ട് കൊടുക്കണം. പക്ഷെ മസാലകളെല്ലാം ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ടിട്ടില്ല, ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അമ്മ ഇപ്പൊ കുരുമുളക് പൊടി ഇടാൻ ടൈം ആയിപ്പോ. ഇനിയിപ്പോ കുരുമുളക് പൊടി ഇടാൻ സമയമായി. അപ്പൊ നമുക്കപ്പൊ കുരുമുളക് പൊടി ചേർക്കണതാണ്. നമ്മൾ ഇതിലോട്ട് കുരുമുളക് പൊടി കുറച്ച് അധികമായിട്ട് നമ്മൾ ചേർക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു. പിന്നെ ഇതിൽ ഫ്ലേവർ പെപ്പറിൻ്റെ ആണ് ഫ്ലേവർ ശരിക്കും കുറച്ച് എടുത്ത് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണതാണ്. ഇപ്പോൾ ലിവർ ഫ്രൈ അപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി നമുക്കിതിനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം കനലിൽ വെച്ചേക്കാം ഇങ്ങനെ ആ ചൂടത്ത്. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാണ് സംഭവം. കണ്ടിട്ട് അടിപൊളിയാണ്. ഞാനപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
അടിപൊളി. സൂപ്പർ ആയിട്ടുണ്ട് സാധനം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലില് സബ്സ്ക്രൈബ് ചെയ്യുക. കുക്കിംഗ് വീഡിയോസും വെറൈറ്റി വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.